നമസ്കാരം, ഞാൻ ഡോക്ടർ ശബരിനാഥ്, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഉപാസന ഹോസ്പിറ്റൽ, കൊല്ലം. വൃക്ക രോഗികൾ ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഹാര രീതി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ആഹാരങ്ങളും അവർക്ക് ഒരുപോലെ കഴിക്കാനായി സാധിക്കില്ല. വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാംസ്യം അമിതമായി അടങ്ങിയ ആഹാരം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രോട്ടീൻ അമിതമായ റെഡ് മീറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളാണെങ്കിലും അവർ നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. റെഡ് മീറ്റിൽ പ്രധാനമായും ഉള്ളത് ബീഫ്, മട്ടൺ അങ്ങനെയുള്ള ആഹാരങ്ങളാണ്. അതാണ് പ്രധാനമായി അവർ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത്. രണ്ടാമതായി, അമിതമായി ഉപ്പടങ്ങിയ ആഹാരം നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അമിതമായി ഉപ്പടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ BP അമിതമാകാനും അതുവഴി കിഡ്നി രോഗം മൂർച്ഛിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വൃക്കരോഗികൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടാനും വൃക്കരോഗം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മൂർച്ഛിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൃക്കരോഗികൾ അവരുടെ രോഗം അതീവ ഗുരുതരാവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസരങ്ങളിൽ പ്രത്യേകിച്ചും പഴങ്ങളുടെ, അതായത് പൊട്ടാസ്യം കൂടിയ ആഹാരങ്ങളായ പഴങ്ങൾ, പഴ ജ്യൂസുകൾ ഇവയൊക്കെ വളരെയധികം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഡയാലിസിസ് രോഗികൾ, അവരുടെ ശരീരം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പ്രാപ്തമല്ല. ആയതിനാൽ ആഹാരത്തിൽ നിന്നുള്ള പൊട്ടാസ്യത്തിന്റെ അളവ് വളരെയധികം കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ പ്രധാനമായും ഉള്ളത്, വൃക്കരോഗം ബാധിച്ച ആൾക്കാര് അവരുടെ വൃക്കകൾക്ക് വെള്ളത്തിന്റെ നിയന്ത്രണം സാധ്യമല്ലാത്ത അവസ്ഥയിൽ നീര് വരുന്നൊരു അവസ്ഥയുണ്ട്. ആ നീര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഉപയോഗവും നിയന്ത്രിക്കണം. നമ്മൾ രോഗികളോട് സാധാരണഗതിയിൽ പറയാറുള്ളത്, നീര് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വെള്ളത്തിന്റെ അളവ് 3 മുതൽ 4 ഗ്ലാസ് വരെയായിട്ട് നിയന്ത്രിക്കണമെന്നും ഒതുക്കണമെന്നും നമ്മൾ പറയും. അല്ലെങ്കിൽ അവർക്ക് നീര് കൂടാനും ശ്വാസം മുട്ടൽ വരാനുമുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മരുന്നുകളുടെ ഉപയോഗമാണ്. അത് ആഹാരത്തിൽ വന്നില്ലെങ്കിൽ പോലൂടി അതുകൊണ്ട് എന്ന് പറയുകയാണ്. മരുന്നുകളുടെ ഉപയോഗവും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വൃക്കകൾക്ക് അനുയോജ്യമായ മരുന്നുകൾ മാത്രം കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറ്റില്, ഭക്ഷണ രീതിയിൽ വൃക്കരോഗി ശ്രദ്ധിച്ചിരിക്കേണ്ടത്.